നമസ്കാരം. ഞാൻ നീരജ്. വായന എക്കാലത്തും മികച്ച ഒരു അനുഭൂതി തന്നെയാണ്. വായനയുടെയും എഴുത്തിന്റെയും ലോകത്ത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ തൻ്റെതായ സ്ഥാനമുറപ്പിച്ച പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ രാമനുണ്ണി സാറാണ് ഐഡിയൽ FM-ൽ ഇന്നത്തെ അതിഥിയായി എത്തിയിട്ടുള്ളത്. നമസ്കാരം സാർ, ഐഡിയൽ FM-ലേക്ക് സ്വാഗതം. എഴുത്തിന്റെ ലോകത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഇരിക്കുന്ന കാലത്ത് തന്നെ സാഹിത്യ സമാജമാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ കവിതയും പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കും. ആ സമയത്ത് എഴുതാനുള്ള കുറേ ആഗ്രഹം മനസ്സിൽ വളർന്നു വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെ കോളേജ് പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയപ്പോഴാണ് ശരിക്കും എഴുത്തിലേക്ക് വന്നത്. അങ്ങയുടെ പുരസ്കാരം നേടിയ സൂഫി പറഞ്ഞ കഥ എന്ന നോവൽ സിനിമയായല്ലോ, അതിനെ കുറിച്ച് പറയാമോ? അത് സിനിമയായി, കുറേ ആൾക്കാർ കണ്ടിരുന്നു. പ്രിയനന്ദൻ എന്ന് പറഞ്ഞ ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള ചലച്ചിത്രകാരനാണ് അത് സിനിമയാക്കിയത്. അതിന് കുറേ അവാർഡുകളെല്ലാം കിട്ടി. കുറേ ആൾക്കാർ അതെല്ലാം കണ്ടു. ഇപ്പോഴും യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സൂഫി പറഞ്ഞ കഥ കാണാൻ കിട്ടും. ഞങ്ങൾക്ക് വേണ്ടി 2 വരി കവിതകൾ ചൊല്ലാമോ? സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പഠിത്വം. ഇതാര്യ കുമാരനാശാന്റെ കവിതയാണ് കേട്ടോ. സാഹിത്യ ലോകത്തിന് എന്നും ഓർമ്മയ്ക്കാവുന്ന രചനകൾ സമ്മാനിച്ച ഒരാളാണല്ലോ. സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൃതി ഏതാണ്? ഞാനൊരു 30ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ എല്ലാ പുസ്തകങ്ങളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം ഒരു അച്ഛനോടോ അമ്മോടോ ഏത് കുട്ടീനെയാണ് ഏറെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് എല്ലാ പുസ്തകങ്ങളും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ്. ആദ്യത്തെ നോവലായിട്ടുള്ള സൂഫി പറഞ്ഞ കഥ ആദ്യത്തെ ആവുകൊണ്ട് അതിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. കുട്ടികളായ ഞങ്ങളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് പകർന്നു തരാനുള്ളത്? നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം, വലിയ ആൾക്കാരാവണം. അതോടൊപ്പം തന്നെ കൂടെയുള്ള കുട്ടികളെയും വീട്ടുകാരെയും ഒക്കെ നല്ല സ്നേഹിക്കുമാണ്. ഏറെ പഠിക്കേണ്ടത് മറ്റുള്ളവരെ സ്നേഹിക്കാനാണ്. അങ്ങനെ സ്നേഹിക്കാനും എല്ലാവരോടും സൗഹാർദ്ദത്തോടു കൂടി നിൽക്കാനും ഒക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ വായിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രം വായിച്ചാൽ പോരാ, സാഹിത്യകൃതികളും കഥകളും കവിതകളൊക്കെ വായിക്കണം. അപ്പോഴേ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടി പെരുമാറാനും അവരോട് കാരുണ്യവും ദയയും ഒക്കെ പുലർത്താനും സാധിക്കുകയുള്ളൂ. കൂട്ടുകാരെ, നമ്മോടൊപ്പം വിലപ്പെട്ട സമയം ചിലവഴിച്ച ശ്രീ രാമനുണ്ണി സാറിന് എല്ലാവിധ ആശംസകളും ഒപ്പം സർവേശ്വരൻ ആരോഗ്യവും നൽകി ഉയരങ്ങളിലെത്തുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഐഡിയൽ FM-ലേക്ക് പുതിയൊരു അതിഥിയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.